ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ മന്ത്രിസഭയിലും എതിർപ്പ്. കൃഷിമന്ത്രി പി പ്രസാദാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. ചട്ടങ്ങൾ പാലിച്ചു മാത്രമേ അനുമതി നൽകൂവെന്ന് മന്ത്രി എം പി രാജേഷ് ഉറപ്പ് നൽകി. 24 ബിഗ് ബ്രേക്കിംഗ് ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, ക്യാബിനറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കൃഷിമന്ത്രി ഇതിൽ എതിർപ്പ് ഉന്നയിച്ചത്? ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ പറയാനുണ്ടായിരുന്നോ? അവിടെ ഈ മദ്യ കമ്പനിക്ക് നൽകാൻ വെള്ളമില്ല എന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ആ വിഷയവും മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടോ? വിജയകുമാർ, എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാൻ തീരുമാനമെടുത്ത കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചത്. കൃഷിമന്ത്രിയും CPI നേതാവുമായ പി പ്രസാദാണ് പദ്ധതിയുടെ കാര്യത്തിലുള്ള ആശങ്കകളും എതിർപ്പും മന്ത്രിസഭാ യോഗത്തിൽ രേഖപ്പെടുത്തിയത്. അരി, ചോളം, ഗോതമ്പ് തുടങ്ങിയ മധുരക്കിഴങ്ങ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ നിന്ന് തന്നെ മദ്യം ഉൽപ്പാദിപ്പിക്കും എന്നായിരുന്നു ഈ ക്യാബിനറ്റ് നോട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങനെ അരി അടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിച്ച് മദ്യം ഉണ്ടാക്കുന്നത് മറ്റ് തെറ്റായ സന്ദേശം നൽകും. അത് മറ്റു തരത്തിൽ ഒരു വശത്ത് ഭക്ഷ്യക്ഷാമത്തിനടക്കം ഇടം നൽകും. ഒപ്പം തന്നെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില കൂടാനും ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കൃഷിമന്ത്രിയായ പി പ്രസാദ് ഈ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത്. കൃഷിമന്ത്രിയുടെ എതിർപ്പിനെ തുടർന്നാണ് ഉപയോഗശൂന്യമായ അരി മാത്രമേ ഇത്തരത്തിൽ മദ്യനിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ള തീരുമാനം ഉത്തരവിൻ്റെ ഭാഗമായി വന്നത്. അത് സർക്കാർ പുറത്തിറക്കിയ പ്രാരംഭാനുമതി കൊണ്ട് പുറത്തിറക്കിയ ഉത്തരവിൽ തന്നെ പ്രകടമാണ്. മന്ത്രിസഭാ നോട്ടിലുള്ള ഈ അരി, ചോളം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ഉത്തരവിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ തീരുമാനമായി പറയുന്ന ഈ ഉത്തരവിൻ്റെ അവസാന ഖണ്ഡികയിൽ ഉപയോഗശൂന്യമായ അരി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കാര്യം പ്രത്യേകമായി നിഷ്കർഷിച്ചുകൊണ്ടാണ് ഈ അനുമതി നൽകിയിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അത് ഈ എതിർപ്പിനെ തുടർന്നാണ് അത്തരമൊരു തീരുമാനം വന്നത്. ഇതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത എവിടെ നിന്നാണെന്ന കാര്യവും മന്ത്രി പി പ്രസാദ് മന്ത്രിസഭാ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. വെള്ളം വാട്ടർ അതോറിറ്റി നൽകുമെന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് യോഗത്തിൽ വിശദീകരിച്ചത്. ഇത്തരത്തിൽ പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനുള്ള തീരുമാനമെടുത്ത ഈ മന്ത്രിസഭാ യോഗത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നില്ല. എന്നാൽ ഈ പദ്ധതി മുന്നോട്ട് വെച്ച പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ പൈലറ്റ് ചെയ്യുന്ന എക്സൈസ് മന്ത്രി എം പി രാജേഷ് എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കൂ എന്ന കാര്യം മന്ത്രിസഭയ്ക്ക് ഉറപ്പ് നൽകി. അങ്ങനെയാണ് ഈ എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് പ്രാരംഭമായി നൽകുന്ന തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന ഘട്ടത്തിൽ കൃഷിമന്ത്രി വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉയർത്തി. എങ്ങനെ വെള്ളം കിട്ടുമെന്ന ചോദ്യത്തിന് ജലവിഭവ വകുപ്പ് വാട്ടർ അതോറിറ്റി ആ വെള്ളം നൽകുമെന്ന് പറയുന്നു. പക്ഷേ അത്തരം മദ്യനിർമ്മാണശാലകൾക്ക് നൽകാൻ വെള്ളമില്ല എന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തന്നെ ഈ ദിവസങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ മന്ത്രിസഭയിലും രണ്ടഭിപ്രായം ഉണ്ടായി എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണശാലയിൽ ആശങ്ക പങ്കുവയ്ക്കുകയാണ് CPM പ്രാദേശിക ഘടകങ്ങളും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളി ഉണ്ടാകുമെന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. മദ്യനിർമ്മാണശാലയ്ക്ക് ജലം വിട്ടു നൽകുന്നതിനെ ഉദ്യോഗസ്ഥർ എതിർക്കുന്നതിനിടെ ജലം നൽകുന്നതിനെ ന്യായീകരിക്കുകയാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. മദ്യനിർമ്മാണശാലയിൽ CPI പ്രാദേശിക ഘടകം എതിർപ്പുന്നയിച്ചതിന് പിന്നാലെയാണ് സർക്കാരിനെ വെട്ടിലാക്കി CPM പ്രാദേശിക ഘടകത്തിലും എതിരഭിപ്രായം. ജനങ്ങളുടെ ആശങ്കകൾ പരിശോധിക്കണമെന്ന് CPM ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. മദ്യനിർമ്മാണശാല വിഷയം സമ്മേളനത്തിൽ ചർച്ചയായെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സമ്മതിച്ചു. അതേസമയം മദ്യനിർമ്മാണശാലയ്ക്ക് ജലം വിട്ടു നൽകുന്നതിനെ മന്ത്രി റോഷി അഗസ്റ്റിൻ ന്യായീകരിച്ചു. അതൊക്കെ ചാനലിനകത്ത് വാർത്തക്കകത്തും കണ്ടതാ, തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കുന്നു. അവിടെ 95 ml വാട്ടർ ഉപയോഗിക്കുന്നതിൽ 10 ml ഇൻഫ്രൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രൈക്ക് കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ ജലം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലെന്നുള്ളത് മാത്രമേ വാട്ടർ അതോറിറ്റി പറഞ്ഞിട്ടുള്ളൂ. ജലം വിട്ടു നൽകുന്നതിൽ ഉദ്യോഗസ്ഥരുടെ എതിർപ്പിനിടെയാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഇതിനിടെ മദ്യനിർമ്മാണശാലയ്ക്ക് ജലം നൽകാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ 24-ന് ലഭിച്ചു. 2017 തന്നെ വ്യാവസായിക ആവശ്യത്തിന് ജലം നൽകാനാകില്ലെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ കളക്ടർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ KCBCയും രംഗത്തെത്തി. തീരുമാനം പിൻവലിക്കണമെന്നും അതുവരെ പ്രതിഷേധം തുടരുമെന്നും KCBC അറിയിച്ചു. 24 പാലക്കാട്. PPE കിറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിനെതിരെ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നും റിപ്പോർട്ട് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെന്നും
തോമസ് ഐസക് ചോദിച്ചു. കോവിഡ് കാലത്ത് നടന്ന തീവട്ടിക്കൊള്ളയാണ് PPE കിറ്റ് പർച്ചേസ് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. PPE കിറ്റ് വാങ്ങാൻ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയുടെ കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടു. കോവിഡ് കാലത്തെ സാമ്പത്തിക ഇടപാടുകളിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറുണ്ടോ എന്ന് BJP നേതാവ് V മുരളീധരൻ ചോദിച്ചു. കോവിഡ് കാലത്ത് ഉയർന്ന വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന് 10 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് CAGയുടെ കണ്ടെത്തൽ. CAG റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ PPE കിറ്റ് അഴിമതി ആരോപണവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവ ചർച്ചാ വിഷയമാകുകയാണ്. PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേട് നടന്നെന്ന CAG റിപ്പോർട്ടിനെ തള്ളുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേരളത്തിനെതിരായ കുരിശ് യുദ്ധത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ടെന്നും TM തോമസ് ഐസക്. CAG രാഷ്ട്രീയം തന്നെ ഏത് രാഷ്ട്രീയമാണ്, ഏത് സ്ഥാപനമാണ് BJPക്കാർ ഈ രീതിയിൽ നശിപ്പിക്കാതുള്ളത്? അതുകൊണ്ട് CAG കേരളത്തിനെതിരായിട്ടുള്ള കുരിശുദ്ധത്തിന്റെ ഭാഗമാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ ഉന്നയിച്ച ആരോപണമാണിതെന്നും കോവിഡ് കാലത്തു നടന്ന തീവെട്ടിക്കൊള്ളയാണ് PPE കിറ്റ് പർച്ചേസ് എന്നും രമേശ് ചെന്നിത്തല. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് ഇത് ഉന്നയിച്ചതാണ്. 450 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിറ്റ് 10,000 എണ്ണം വാങ്ങിയ ശേഷം നിങ്ങൾ നിർത്തലാക്കി 1,500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ് സാർ? PPE കിറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിനു പിന്നാലെ PPE കിറ്റ് വാങ്ങാൻ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയുടെ കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടു. 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്നറിയിച്ച് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി സർക്കാരിന് നൽകിയ കത്താണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തുവിട്ടത്. 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1,550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. കോവിഡ് കാലത്തു നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണോ എന്ന് BJP നേതാവ് V മുരളീധരൻ. PPE കിറ്റ് വാങ്ങിയതിൽ 10 കോടി രൂപ ഒരു കമ്പനിക്ക് വെറുതെ നൽകിയതാണോ എന്നും V മുരളീധരൻ ചോദിച്ചു. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ CBIയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി സന്നദ്ധനാണോ? CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് വിജിലൻസിനു പരാതി നൽകി. 10 കോടി 23 ലക്ഷം രൂപയുടെ അധിക ബാധ്യത പൊതുഖജനാവിന് ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർക്കാണ് പരാതി നൽകിയത്. CAG റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് CPIM പ്രതിരോധിക്കുന്നു. നിയമസഭാ സമ്മേളന കാലമായതിനാൽ സർക്കാരിനെതിരെ വീണു കിട്ടിയ ആയുധമായി PPE കിറ്റ് ക്രമക്കേടിനെ മാറ്റുകയാണ് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷ അനുകൂല സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. CPI അനുകൂല സർവീസ് സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമായതോടെ പലയിടത്തും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. ജില്ലാ കേന്ദ്രങ്ങളിൽ സമരാനുകൂല സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LP സ്കൂളിൽ മുഴുവൻ അധ്യാപകരും സമരത്തിൽ പോയതോടെ സ്കൂളിന് അവധി നൽകി. ചട്ടവിരുദ്ധമായി അവധി നൽകിയ നടപടിയിൽ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജിനിൽ ജോസിനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. സെക്രട്ടേറിയറ്റിൽ 74% ജീവനക്കാർ ജോലിക്കെത്തി. കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ സമരക്കാർ കെട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം. അടുത്ത ശമ്പള കമ്മീഷൻ വരേണ്ട സമയമായെന്നും ധനമന്ത്രി മിണ്ടുന്നില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുകയാണെന്നും സർക്കാർ ജീവനക്കാരുടെയും കർഷകരുടെയും ഗ്യാരണ്ടി LDF സർക്കാരാണ് എന്നുമായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ മറുപടി. CPI അനുകൂല സർവീസ് സംഘടന ജോയിന്റ് കൌൺസിൽ കൂടി പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനിടെയാണ് വിഷയം പ്രതിപക്ഷം സഭയിലെത്തിച്ചത്. അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിച്ച PC വിഷ്ണുനാഥ് വാഴ്ത്തുപാട്ടിൽ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രംഗത്തെത്തി. ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവര് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവർ കൂട്ടക്കരച്ചിലായിരുന്നു സാർ. മുൻ UDF സർക്കാരുകളുടെ കാലത്തെ പ്രതിഷേധങ്ങൾ സൂചിപ്പിച്ചായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും LDFന് ഒറ്റ നിലപാടാണെന്നും KN ബാലഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, അതിലധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അടുത്ത ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരേണ്ട സമയമായെന്നും ഇതേക്കുറിച്ച് ധനമന്ത്രി മിണ്ടുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PC വിഷ്ണുനാഥ് സൂചിപ്പിച്ച വാഴ്ത്തുപാട്ടിൽ മുഖ്യമന്ത്രിയോട് സതീശൻ പറഞ്ഞത് ഇങ്ങനെ: മന്നവേന്ദ്ര
വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലം ഉണ്ടായിരുന്നു. അങ്ങ് ഇതിലൊന്നും വീഴരുത്. അങ്ങേ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ വാഴ്ത്തുപാട്ടുമായിട്ട് വരിക. അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് അനുമതി നൽകാത്തതിനാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. CPIയെ പ്രതിപക്ഷ നേതാവ് വാക്കൌട്ടിന് ക്ഷണിച്ചത് കൗതുകമായി. ഞാനും എൻ്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു. ഞാൻ ജോയിന്റ് കൗൺസിൽ കൂടി ഇന്ന് സമരം ചെയ്യുന്നതുകൊണ്ട് വാക്കൌട്ടിൽ പങ്കെടുക്കാൻ CPI അംഗങ്ങളെ കൂടി ഞാൻ ക്ഷണിക്കുന്നു. 24 തിരുവനന്തപുരം. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിൽ CPMനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി കൗൺസിലർ കലാരാജു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്നാണ് വെളിപ്പെടുത്തൽ. ഇനി പാർട്ടിക്കൊപ്പം ഇല്ലെന്നും കലാരാജു പറഞ്ഞു. കോലഞ്ചേരി മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകി പുറത്തിറങ്ങിയപ്പോഴാണ് കലാരാജുവിന്റെ പുതിയ ആരോപണം. SFI നേതാവ് വിജയ് രഘു കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് കലാരാജു. ഏരിയ സെക്രട്ടറി PB രതീഷിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഭീഷണിയെന്നും ആരോപണം. ഇല്ല, അത് വാസ്തവല്ല. അവരെന്നെ ഭീഷണിപ്പെടുത്തി, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ എടുത്ത വീഡിയോയാണത്. മക്കൾ പുറത്തുണ്ട്, അവർ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവരെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് എടുത്ത വീഡിയോയാണത്. എനിക്കറിയാമായിരുന്നു അവരത് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ഇതുവരെ സംരക്ഷണം നൽകാത്ത പാർട്ടിക്കൊപ്പം ഇനി തുടരാനാകില്ലെന്നും വ്യക്തമാക്കി. തന്റെ പരാതിയിൽ ഡമ്മി പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തതെന്നും ആരോപണം. ഞാൻ പറഞ്ഞ ആളുകളെ അല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ പകരത്തിന് ആളുകളെ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെനിക്ക് അതൃപ്തിയുണ്ട്. പുതിയ ആരോപണങ്ങൾ സമ്മേളനകാലത്ത് പാർട്ടിക്ക് തലവേദനയാകും. അതേസമയം കൂത്താട്ടുകുളത്ത് പോലീസുകാരെ ആക്രമിച്ച കേസിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെയും പോലീസ് പ്രതി ചേർത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. 24 കൊച്ചി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പദ്ധതിയെ അനുകൂലിച്ചും എതിർത്തും നേതാക്കൾ. രാഷ്ട്രീയകാര്യ സമിതിയിലെ വിവരങ്ങൾ പുറത്തുപോയതിൽ പ്രതിപക്ഷ നേതാവിന് കടുത്ത അതൃപ്തിയുണ്ട്. പുറത്തുവരുന്നതെല്ലാം മാധ്യമ സൃഷ്ടി എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച പ്ലാൻ 63-നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ. 63 സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടണമെന്നതാണ് VD സതീശന്റെ പ്ലാൻ. ഇതിനായി VD സതീശൻ രഹസ്യ സർവേയും നടത്തി. ആശയം രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞതിൽ പിഴവില്ലെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ പാർട്ടി അറിയാതെ നടത്തിയ സർവേ അച്ചടക്ക ലംഘനമെന്ന് എതിർഭാഗം വാദിക്കുന്നു. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സർവേ നടത്തിയതായി അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല. അങ്ങനെ സർവേ നടത്തിയതായിട്ട് എനിക്കറിയില്ല. ഞാൻ അന്ന് ഓൺലൈനിലാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഓൺലൈനിൽ അവസാനം വരെ എനിക്കിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഓൺലൈനിൽ എൻ്റെ സാങ്കേതികമായി തകരാറുള്ളതുകൊണ്ട് അവസാനം വരെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പാർട്ടി ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയാം. വാർത്തകൾ നിഷേധിച്ച ദീപാദാസ് മുൻഷി തിരഞ്ഞെടുപ്പ് സർവേ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് പറഞ്ഞു. നേതൃമാറ്റ ചർച്ചകളിലും നേതാക്കൾ പല തട്ടിലാണ്. നേതൃമാറ്റത്തിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഹൈക്കമാൻഡിനാണെന്ന് K മുരളീധരൻ 24-നോട് പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വിവരങ്ങൾ പുറത്തുപോകുന്നതിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ കടുത്ത അതൃപ്തിയിലാണ്. സംയുക്ത വാർത്താ സമ്മേളനം വൈകുന്നതിന് പിന്നിലും വാർത്ത ചോർന്നതിലെ അതൃപ്തിയെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഭാര്യ കമലയും ഒന്നിച്ച് രാജ്ഭവനിലെത്തിയാണ് മുഖ്യമന്ത്രി ഗവർണറെ കണ്ടത്. കൂടിക്കാഴ്ച 25 മിനിറ്റ് നീണ്ടു. സൗഹൃദ സന്ദർശനത്തിനായാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തിയത്. രാജ്ഭവനിൽ പ്രഭാത നടത്തത്തിന് ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തു. രാജ്ഭവനിൽ നടക്കാൻ പറ്റിയ അന്തരീക്ഷമാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴായിരുന്നു ക്ഷണം. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ 2020-ൽ ഇന്ത്യക്ക് 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. 133 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 12.5 ഓവറിൽ മറികടന്നു. 79 റൺസ് നേടിയ അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയുടെ വിജയശില്പി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് മറ്റു വിവരങ്ങൾ നൽകും. അനിൽ, ഗംഭീര പ്രകടനം തന്നെ ടീം ഇന്ത്യ കാഴ്ചവെച്ചു അല്ലേ ആദ്യ 2020-ൽ? തീർച്ചയായും വിജയകുമാർ, പ്രത്യേകിച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലേക്ക് തന്നെ ഒരു നിരാശപ്പെടുത്തുന്ന പ്രകടനം അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന ഒരു റിസൾട്ടിനൊക്കെ ശേഷം ഇന്ത്യ വലിയ സന്തോഷം നൽകുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ 2020-ൽ ഉണ്ടായിരിക്കുന്നത്. കൊൽക്കത്ത 2020-ൽ ഇന്ത്യക്ക് 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് സൂര്യകുമാർ യാദവും സംഘവും സ്വന്തമാക്കിയത്. 133 റൺസ് വിജയലക്ഷ്യം വെറും 12.5 ഓവറിലാണ്
അടിച്ചെടുത്തത്. ഇന്ത്യക്കായി ആദ്യം സഞ്ജു മികച്ച തുടക്കം തന്നെയാണ് നൽകിയത്. 20 പന്തിൽ 26 റൺസാണ് സഞ്ജു നൽകിയത്. അതായത് രണ്ടാം ഓവറിൽ അറ്റ്കിൻസനെ 22 റൺസാണ് ഒരു ഓവറിൽ സഞ്ജു ആ ഓവറിൽ നേടിയത്. അതിനുശേഷമാണ് അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ പ്രകടനം കണ്ടത്. 20 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മ ആകെ 79 റൺസ് എടുക്കുകയും ചെയ്തു. വൈകാതെ തിലക് വർമ്മയെ അടക്കം ഇന്ത്യയുടെ ഫിനിഷിംഗിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും 5 മത്സര പരമ്പരയിൽ അങ്ങനെ ഇന്ത്യ 1-0 മുന്നിലെത്തിയിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായുള്ള ഒരു ഡ്രസ് റിഹേഴ്സലാണ് ഇന്ത്യക്ക് ഈ 2 പരമ്പരകൾ. ആദ്യം T20 പരമ്പരയും പിന്നീട് ഏകദിന പരമ്പരയും. എന്തായാലും 2 പരമ്പരയിലും മികച്ച പ്രകടനം നടത്തി ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോകാൻ ഈ ജയങ്ങൾ ഇന്ത്യക്ക് സഹായിക്കും. വിജയകുമാർ. 12.5 ഓവറിൽ ഇന്ത്യ വിജയത്തിലെത്തി. 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ഒരു ആത്മവിശ്വാസത്തോടെ അടുത്ത മത്സരങ്ങളെ നേരിടാൻ ടീം ഇന്ത്യക്ക് കഴിയുകയും ചെയ്യും. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നതിന്